ആട്ടെ, എന്തായി കാര്യങ്ങളൊക്കെ? നാളെ 6:45 ട്രെയിൻ, നേരെ ബാംഗ്ലൂർ. ഹരിയെങ്കിലും ഉണ്ടാവും. 3-4 ദിവസം അവിടെ, പിന്നെ US. അതെ, താൻ വരുമോ നാളെ കുളത്തൂർക്ക്? അത് വേണ്ടടോ, ഞാൻ ആലോചിച്ചു. നമുക്ക് കൂളായിട്ട് പിരിയാം. ഇനി അഥവാ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായാലോ? തന്നെയുമല്ല, കോവിൽ ഉത്സവം നടക്കുകയല്ലേ. സമയത്ത് കണ്ടില്ലെന്ന് വെച്ചാൽ അച്ഛന് അത് മതി. കൊള്ളാം, പറ്റിയ ടീമാ. എണീറ്റിട്ടുണ്ടാവില്ല. അരവിന്ദനല്ലേ ആള്? കുളത്തൂർക്ക് വരുന്നോന്ന് ഞാൻ ചോദിച്ചതാ ഇന്നലെ. അപ്പോഴോ? കോവിലിൽ ഉത്സവം നടക്കണത്രേ. ശരി അനു, എന്നാ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇന്നും ലേറ്റ് ആകും. ശരിടാ, ഞാൻ വിളിക്കാം. ഹായ് മേഡം, എന്താണ്? എവിടെ എത്തി? ഒന്നുമില്ല ബോസ്, ഒന്ന് വിളിക്കാൻ തോന്നി. ഞാൻ കരുതി ട്രെയിൻ മിസ്സായിട്ടുണ്ടാവുന്നു. ട്രെയിൻ മിസ്സായാലേ ഞാൻ എങ്ങനെയും പൊക്കോളാം, താൻ വിഷമിക്കണ്ട. വെറുതെ പറഞ്ഞതാണോ? ദേഷ്യമായോ? ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ് അനു, ഹാപ്പി ജേണി. ശരിടോ, സമയായി, മുത്തശ്ശി വിളിക്കണു. പുളിക്കത്ര വഴി പോവാ, അതാകുമ്പോ റോഡ് നല്ലതാ, റിസ്ക് എടുക്കണ്ടല്ലോ. ഒരു 2 കിലോമീറ്റർ കൂടുതൽ അത്ര വരും. കുറച്ച് കഴിയുമ്പോ താഴെ ഒന്ന് പോയി നോക്കാം. എന്താ തിരുമേനി ഒരു ചുറ്റിക്കളി? ഏയ് ഒന്നുമില്ല, വണ്ടിക്ക് ഒരു ചെറിയ പണിയായി തോന്നുന്നു. നാശങ്ങൾ. എന്താ ഉണ്ണി ഇവിടെ? അങ്കിളെ, ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒന്ന് ഇറങ്ങണം. Sir, serial number 8, Anuradha Pudhuvan. Public figure, writer cum actress. Coming from US. Check-in 15th July, Diamond Circle.
അമേരിക്കൻ നോവലിസ്റ്റും ആക്ട്രസുമായ അനുരാധ പൊതുവാളിനെ ആക്രമിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റ്. Really? പ്രക്ഷോഭം സംബന്ധിച്ച് Bloody നടത്തിയ medias. വിവാദ പരാമർശമാണ് പ്രകോപന കാരണമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിർണായക വഴിത്തിരിവായി. Derek, I need to speak to the commissioner. Yes, madam. Please be online. Yes, Commissioner here. Sir, I'm Anuradha Poduwal. Could I get a help from you? Of course, tell me. ആക്ച്വലി എനിക്ക് ഈ കേസുമായി തീരെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ആക്ച്വലി ഐ ഹാവ് സം പേഴ്സണൽ റീസൺസ്. സോ പ്ലീസ് ലെറ്റ് മീ ഫ്രീ. മാഡം, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമായി കരുതരുത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇതിൽ ചില ഡേഞ്ചറസ് ആയ സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. യെസ്, ഐ നോ. ഓൺലി 4 days എൻ്റെ വിസ കഴിയാൻ. ചില അത്യാവശ്യ യാത്രകൾ ബാക്കിയുണ്ട്. സോ ഈ ബ്രേക്കിംഗ് ന്യൂസ് എനിക്കൊരു പ്രശ്നമാണ്. Okay, I can understand. We'll try to phrase it. But you should be careful. If any unusual, let me know, okay? ഹലോ മൈ ഡിയർ മലയാളി മങ്ക, നിള ജഗന്നാഥൻ. ആരായിരുന്നു? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ടീച്ചറമ്മയുടെ ഉണ്ടായിരുന്നു ഒരു 3 വർഷം കോളേജിൽ. ഇപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു, ലക്ഷ്യമില്ലാതെ. ചെറിയ എഴുത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട്. ചില്ലറ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പേര് അനുരാധ പൊതുവാൾ. അനു, നീയോ? എവിടുന്ന് കിട്ടിയടി എൻ്റെ നമ്പർ? ഇന്നലെ കൂടെ ഞാൻ ഓർത്തതേ ഉള്ളൂ. ആട്ടെ, എന്താ പരിപാടി? ഒരു തിരിഞ്ഞു നോട്ടം. പിന്നിട്ട വഴികളിലൂടെ പിറന്ന മണ്ണിൻ്റെ താരാട്ട് എങ്ങോ കേൾക്കുന്നത് പോലെ, തേനൂറും ഓർമ്മകളുമായി ഒരു ദേശാടന കിളിയെ പോലെ. അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നർത്ഥം. ദൈവമേ, ഇപ്പോഴെങ്കിലും നിന്നെ കൊണ്ട് ഇത് തോന്നിച്ചല്ലോ. എപ്പോഴാ ലാൻഡിങ്? അപ്രതീക്ഷിതം, പ്രവചനാതീതം. എന്തായാലും ചാനലുകൾക്കടുത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടട്ടെ. വിളിക്കുന്നുണ്ട് നിന്നെ. ഐ വോണ്ട് സ്പോയിൽ യുവർ വൺ ഡേ. ഷ്യൂർ അനു, യു ആർ ഓൾവേസ് വെൽക്കം. പക്ഷെ സൂക്ഷിക്കണം, ഇവിടെ പഴയ പോലല്ല കാര്യങ്ങൾ. പ്രതിഷേധക്കാർ ഇവിടെയും ഉണ്ടാകും. ഓക്കേടാ, ഞാൻ വിളിക്കാമേ. വലിയ പ്രത്യേകതകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പകൽ കൂടി കടന്നുപോയി. മനസ്സെന്തിനോ വേണ്ടി തുടിക്കുന്നത് പോലെ. ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ആരായിരിക്കാം അയാൾ? എന്തായിരുന്നു ഉദ്ദേശലക്ഷ്യം? അതോ ഏകാന്തയാത്ര സമ്മാനിച്ച വെറും തോന്നലുകൾ മാത്രമോ?
നീലു എവിടാ? സോറി അനു, ഞാനൊരു ഇത്തിരി ലേറ്റായി പോയി. ഒരു മാക്സിമം 1 hour ഞാൻ എത്തൂട്ടോ. ഇറ്റ്സ് ഓക്കെ, യു ടേക്ക് യുവർ ടൈം, നോ വറീസ്. ഡോ തിരിട്ട് മുഞ്ചി ഡോ. ഹായ്. ഒരു മാറ്റമില്ല സ്വഭാവത്തിന്. മൊഞ്ചൽപ്പം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഒക്കെ പറയാം, ഞാൻ അകത്ത് പോയി റിപ്പോർട്ട് ചെയ്തിട്ട് വരട്ടെ. വരുന്നു അകത്തേക്ക്? അകത്ത് ജേക്കബ് സാർ ഉണ്ടാവും പഴയതായിട്ട്. താൻ പോയിട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും, നമ്മുടെ ആ പഴയ ഫ്രീസിംഗ് പോയിന്റിൽ. എന്താ മോളെ, നൊസ്റ്റാൾജിയ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. മതി മതി, വാ വീട്ടിൽ പോകാം. വീട്ടിൽ നമുക്ക് പിന്നെ പോവാം. പിന്നെ ഇപ്പൊ നമുക്ക് നേരെ കൊല്ലംകോട്ടേക്ക് പോവാം. അവിടെ നിന്നാണല്ലോ എന്റെ തുടക്കം. പിന്നെ നമ്മുടെ അരവിന്ദന്റെ വിവരം വല്ലതും? അയ്യോ, ഇങ്ങനൊരു ഈഗോ രാജാവ് പണ്ട് പാലക്കാട് പോയപ്പോൾ മുന്നിൽ വന്ന് പെട്ടതാ ഒരു PSC എക്സാമിന് വെച്ച്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആളെ കാണാനില്ല. ആട്ടെ, നിനക്കായിരുന്നില്ലേ കൂടുതൽ അടുപ്പം? ആദ്യമൊക്കെ ട്രൈ ചെയ്തിരുന്നു, 1-2 വട്ടം വിളിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കിട്ടാതായി. തറവാട് ഭാഗം വെച്ച് പല വഴിക്ക് പിരിഞ്ഞപ്പോൾ നന്നാ നിർബന്ധിച്ചു എല്ലാരും ഇങ്ങോട്ട് വരാൻ. അന്ന് അതിനു പോലും സമയം ഉണ്ടായില്ല. എങ്ങനെ ഉണ്ടാവാനാ, പറക്കുമല്ലായിരുന്നു ഉയരങ്ങളിലേക്ക്. അതെ അതെ, ഇതിപ്പോ പറന്ന് ഇപ്പൊ എവിടെ കാലുത്തണമെന്ന് അറിയാത്ത അവസ്ഥയെ. ചോദിക്കണ്ടെന്ന് കരുതിയതാ, എങ്കിലും ചോദിച്ചു പോവുക. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് പറക്കാനാണോ പ്ലാൻ, അതോ? സമയം ഉണ്ടായില്ല അതിനും. റൈറ്റ് ടൈം ഈസ് അൺപ്രഡിക്റ്റബിൾ ഫോർ എ റൈറ്റർ എന്നല്ലേ? മോള് കേറ്. ഉവ്വേ. അല്ല അനു, നീ എങ്ങനെ ഈ പ്രശ്നങ്ങളിലൊക്കെ വന്നു പെട്ടു? അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് സേഫ് അല്ല ജീവിതം. നിനക്കറിയണോ, ആക്ച്വലി അതൊരു കയ്യബദ്ധമായിരുന്നു. ട്വിറ്റർ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു മല്ലുവാണ്. വൺ മിസ്റ്റർ ഡെറിക് ഫ്രം ചങ്ങനാശ്ശേരി. മുത്തശ്ശന്റെ പഴയൊരു ഫ്രണ്ട് വഴി വന്നതാ. പുള്ളി ഒരു അല്പം കോൺഫിഡൻ്റ് ആയതാ. ബട്ട് ഈ കോലാഹലങ്ങൾ അതാണ് എന്നെ കൊണ്ട് കൂടുതൽ പറയിച്ചത്. അത് ശരി തന്നെ. ഇവിടെ സാധാരണക്കാർക്ക് പോലും വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പൊ പിന്നെ സെലിബ്രിറ്റികളുടെ കാര്യം പറയണോ? നോ വറീസ്, അത്യാവശ്യം കരുതലോടെ തന്നെ ഞാനും നിൽക്കണേ. അനു, അമ്പലത്തറ എത്തിയല്ലോ, അരവിന്ദനെ നോക്കണോ? നീലു, നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? അതെ, എത്ര കൂട്ടായിരുന്നു നമ്മൾ. ആരും ഇല്ലേ? ഇല്ലെന്നോ തോന്നുന്നത്. മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? തിരുമേനി മറന്നിരിക്കണോ? ആരാ? മനസ്സിലായില്ലല്ലോ. ഈ ദേവിവിലാസം സ്കൂളിലെ സുഭദ്ര ടീച്ചറുടെ വീട്. ഉവ്വ്, വീട് ഇത് തന്നെയാ. പക്ഷെ അവരവിടെ ഇല്ലാലോ. ടീച്ചറും മോനും നാട് വിട്ടിട്ട് കാലങ്ങളായി. വീട് സ്ഥലവും ക്ഷേത്രത്തിന് എഴുതി കൊടുത്തിട്ടായിരുന്നു യാത്ര. നമ്പർ എന്തെങ്കിലും? ഇല്ലല്ലോ.
നിർബന്ധം വെച്ചാ എൻ്റെ നമ്പർ തരാം. നോ താങ്ക്സ്. അത്യാവശ്യം വെച്ചാൽ നാളെ വന്നോളൂ, പ്രസിഡന്റ് ഉണ്ടാവും. ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ നൊസ്റ്റാൾജി പര്യടനം? എൻജോയ് ചെയ്തോ? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലെ. ഓഹോ, അപ്പൊ ഇത്ര തര കൂടെ നടന്ന ഞാൻ ഔട്ട്. അദൃശ്യശക്തിയാണത്രേ. ഇതൊക്കെ നീ നിന്റെ നോവലിൽ പോയി എഴുതിയാ മതി. സോറി മാഡം, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ശരി ശരി, വണ്ടി ഇട് മോളെ, സമയായി. അത്യാവശ്യം വെച്ചാൽ നാളെ വന്നോളൂ, പ്രസിഡന്റ് ഉണ്ടാവും. ഈ അമ്പലമുറ്റത്ത് കളിച്ചോടുന്ന കുട്ടിയാ അരവിന്ദൻ. കാലം ഒരുപാടായി. വളരെ ചുരുക്കമായിട്ടേ ഇവിടെ വരാറുള്ളൂ. വന്നാൽ തന്നെ ഇരിക്ക്. ദാ ആ തെക്കേപ്പുറത്തൊരു മുറിയുണ്ട് പുള്ളിക്കായി. നിറയെ പുസ്തകങ്ങളാ. ഒരു രാത്രി അവിടെ തങ്ങും. പുലർച്ചെ നിർമാല്യം തൊഴുത് സ്ഥലം വിടും. അതാ പുള്ളിയുടെ ഒരു പതിവ്. കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും? വാസ്തവത്തിൽ 2-3 വർഷമായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷേ വരാതിരിക്കാൻ കഴിയില്ല. വസ്തു ഇപ്പോഴും അവരുടെ പേരിലാ. എനിക്ക് ആ റൂമൊന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ ആ മുറി തുറക്കാറില്ല. പിന്നെ ആവണീശ്വരിയിലെ കുട്ടിയല്ലേ ആവശ്യപ്പെട്ടത്? ആയിക്കോട്ടെ. വെറുക്കുന്നു ഞാൻ നിന്നെ, മറക്കാൻ ശ്രമിക്കാൻ. അരവിന്ദനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനൊരാളെ പരിചയപ്പെടുത്തരാം. ബഷി. ഇന്നീ ഭരതന്നൂരിൽ അരവിന്ദനെ മനസ്സറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ബഷിയായിരിക്കും. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു പണ്ടേവൻ. ഭരതന്നൂരിലെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അക്കാലത്ത് വോളിബോൾ, ന്യൂമൻസ് ക്ലബ്ബ് എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ഞാൻ പിന്നെ എൻ്റെ ഇക്കയോടൊപ്പം ചെറിയൊരു ബിസിനസ്സും മറ്റുമായി ദുബായിലായിരുന്നു. അരവിന്ദൻ ഇവിടെ നാട്ടിലെ കോളേജിലും. പിന്നെ ഇടക്കാലത്ത് കണ്ടപ്പോൾ ആളാകെ മൊത്തം മാറിയിരുന്നു. എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന കാലം. ചില്ലറ മദ്യപാനവും മറ്റും ആയതോടുകൂടി അച്ഛൻ തിരുമേനി ക്ഷേത്രത്തിൽ കയറ്റതായി. പിന്നീട് പതിയെ പതിയെ ആ വീടും പുസ്തകങ്ങളും ഏകാന്തതയും മാത്രമായി അവൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുകയായിരുന്നു അച്ഛൻ തിരുമേനിയുടെ അവിചാരിതമായ മരണം. അതുകൂടിയായപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലുമായി. അങ്ങനെ ഇരിക്കെയാണ് സുഭദ്ര ടീച്ചറെയും കൂട്ടി നഗരത്തിലെ ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ അരവിന്ദനെ കൊണ്ടുപോയത്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അരവിന്ദൻ ഏതോ കോളേജിലെ പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലായിരുന്നുവെന്നും ഏതോ വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നെന്നും മനസ്സിലായത്. കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അതാണ് പ്രശ്നം. 3-4 വർഷമായി ഒരു കോണ്ടാക്റ്റും ഇല്ല. വന്നിട്ടില്ല, അതറിയാം. വന്നാ എൻ്റെ അടുത്ത് വരാതിരിക്കില്ല. നേട്ടങ്ങൾ എന്ന് കരുതി അഹങ്കരിച്ചിരുന്നതൊക്കെയും നഷ്ടങ്ങളുടെ പടുകുഴിയിലേക്കുള്ള ചൂണ്ടുപലകകൾ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് എന്നെ വേട്ടയാടുന്നു. ആരായിരിക്കാം അയാൾ? എന്തായിരുന്നു ഉദ്ദേശ ലക്ഷ്യം?
one more thing. Room number 104, Anuradha Padwa. She's vacating tomorrow. യെസ് ഐ നോ. ഹലോ, അനുരാധ ഹിയർ. ഞാൻ അരവിന്ദ് ഭട്ടതിരി, CEO ഓഫ് നളന്ദ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. അതിനുമപ്പുറം തൻ്റെ ഒരു പഴയ കോളേജ് മേറ്റ്. താനോ? പറയടോ. എങ്ങനെയുണ്ടായിരുന്നു തൻ്റെ യാത്രയൊക്കെ? നന്നായിരുന്നു. നിലയും ഉണ്ടായിരുന്നു കൂടെ. തൻ്റെ വീട്ടിലും പോയിരുന്നു. അനു, എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഐ വാണ്ട് ടു മീറ്റ് യു. യെസ്, പ്ലീസ് കം. ഐ എം ഹിയർ. ആരാ നിങ്ങള്? നോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? പ്ലീസ്, നേരത്തെ ആവുമായിരുന്നു. വാട്ട് യു വാണ്ട്? ഒരൊറ്റ ട്വിറ്റർ പോസ്റ്റ്, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഒരൊറ്റ ട്വിറ്റർ പോസ്റ്റ്, വലിയ വിവാദം, ചാനൽ ചർച്ചകൾ, വാർത്താതാരം, അനുകൂലിക്കുന്നവർ 2 ലക്ഷത്തിൽ പരം പേർ. എതിർചെരിയിൽ നിന്നും മറ്റൊരു ട്വിറ്റർ പോസ്റ്റ്, ആക്ടർ രാജ ഷെട്ടിയുടേത്. അനുകൂലിക്കുന്നവർ ലക്ഷങ്ങൾ, പ്രതികൂലിക്കുന്നവർ ലക്ഷങ്ങൾ. സെലിബ്രിറ്റികൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള സെലിബ്രിറ്റികൾ. ബട്ട് സമൂഹത്തിന് കിട്ടുന്നതോ പോളറൈസേഷൻ. ആളുകളെ 2 ചേരിയിലാക്കി യുദ്ധക്കളമാക്കൽ. ആരാണ് ഇവിടെ ചെന്നായ്ക്കൾ? നിങ്ങൾ കരുതുന്ന തരത്തിലുള്ള ആളല്ല ഞാൻ. ആക്ച്വലി ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ മാനേജർ. അല്ലായിരിക്കാം. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ബട്ട് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. 2 വഴികൾ. 1, അപ്പോളജി ടു ദ പബ്ലിക്. 2, മരണം. നിങ്ങളുടെ വാക്കുകൾ അത് ഒരുപാട് പേരെ സ്വാധീനിക്കുക. അതുപോലെ നിങ്ങളുടെ മരണവും. അനുരാധ? She is taking bath. You? I am Arvind. She is my college mate and close friend. Yeah, I know. She has lots of friends. But now we need some time, privacy. Please go and come after half an hour. തൻ്റെ ഏതൊരു ഫ്രണ്ടായിരുന്നു, വൺ മിസ്റ്റർ അരവിന്ദ്. ഒരു ഹാഫ് ആൻ അവർ സംസാരിച്ചിട്ട് വിളിക്കാം. ഓക്കെ. Don't move. Use your bloody brain. Hello, Anuradha here. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് അരവിന്ദ് ഭട്ടതിരി. May I know who is this? മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു 3 വർഷം കോളേജിൽ. ഇതേതാ പുതിയ നമ്പർ? ചേട്ടന്റെ നമ്പറാടാ. പിന്നെ മറ്റന്നാളാ ഫ്ലൈറ്റ്. നിനക്ക് എന്തെങ്കിലും വേണോ സ്പെഷ്യലായിട്ട്? ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങ് വന്നാ മതി. ആട്ടെ, വേർ ഈസ് യുവർ ഹബ്ബി?